ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നവംബർ 17 നോക്കിയാലോ നമുക്ക്. 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീനയാണ്. 5 തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന 5 തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അപ്പൊ 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹസീനയാണ്. അടുത്തത്, വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? എത്ര രൂപയാണ്? 10 ലക്ഷം രൂപ. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? 10 ലക്ഷം രൂപയാണ്. അടുത്തത്, തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതി SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി KTIC എന്നുള്ളത് എന്താണ്? പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ. ശ്രദ്ധിച്ചു കേൾക്കുക. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് KTIC എന്ന് പറയുന്നത്. അതായത് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ എന്ന് പറയുന്നത്. കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. അപ്പോ കിട്ടിയല്ലോ. ഇനി, സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. അടുത്തത്, സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച സാക്കുറജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച സാക്കുറജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ജപ്പാനിലാണ്. അപ്പൊ സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച ഏത് പർവ്വതാണ്? ഏത് അഗ്നിപർവ്വതാണ്? സാക്കുറജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്. നേവിയുടെ പുതിയ യുദ്ധക്കപ്പലായ INS മാഹിയുടെ ചിഹ്നം ഉറുമി. നേവിയുടെ പുതിയ യുദ്ധക്കപ്പലായ INS മാഹിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഉറുമിയാണ്. 2025 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്, അതായത് CSC അല്ലെ, അതിന്റെ വേദി ഇന്ത്യയാണ്. 2025 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് വേദി ഇന്ത്യയാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രമുഖ സിനിമാ കലാ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ തോട്ട തരണിയാണ് ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്കർഹനായ ഇന്ത്യയിലെ പ്രമുഖ സിനിമാ കലാ സംവിധായകൻ എന്ന് പറയുന്നത് തോട്ട തരണി. ഒക്കെയാണല്ലോ. ഇനി, സീസണിലെ അവസാന ടൂർണമെന്റായ ATP ഫൈനൽ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നറാണ്. ഇറ്റലി താരമായിട്ടുള്ള യാനിക് സിന്നറാണ് സീസണിലെ അവസാന ടൂർണമെന്റായ ATP ഫൈനൽ ടെന്നീസ് കിരീടം നേടിയത്. യാനിക് സിന്നറാണ് സീസണിലെ അവസാന ടൂർണമെന്റായ ATP ഫൈനൽ ടെന്നീസ് കിരീടം നേടിയത്. ഒക്കെയാണല്ലോ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾട്ടണും നേടിയിട്ടുണ്ട്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾട്ടണും നേടിയിട്ടുണ്ട്. അടുത്തത്, US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുകയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ സ്ഫിയർ. എന്താണ്? US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുകയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ
സ്ഫിയർ ആണ്, ഓപ്പറേഷൻ സതേൺ സ്ഫിയർ. അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ കർഷകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ വ്യക്തി ഏലിയാഹു ബെസലേൽ. എന്താണ്? അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ കർഷകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ വ്യക്തി ഏലിയാഹു ബെസലേൽ. ആരാണ്? ഏലിയാഹു ബെസലേൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ. 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 5 തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? 10 ലക്ഷം രൂപ. തിരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതി SIR. SIR മീൻസ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് KTIC. കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച സാക്കുറജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ്. നേവിയുടെ പുതിയ യുദ്ധക്കപ്പലായ INS മാഹിയുടെ ചിഹ്നം ഉറുമിയാണ്. 2025 കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദി ഇന്ത്യയാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഷെവലിയർ ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ പ്രമുഖ സിനിമാ കലാ സംവിധായകൻ തോട്ട തരണി. സീസണിലെ അവസാന ടൂർണമെന്റായ ATP ഫൈനൽ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾട്ടണും നേടി. US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുകയും നാർക്കോ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ സ്ഫിയർ ആണ്. US അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയുകയും നാർക്കോ തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ സ്ഫിയർ. അടുത്തിടെ അന്തരിച്ച കേരളത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ കർഷകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ വ്യക്തി ഏലിയാഹു ബെസലേൽ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചിട്ട് അറിയാത്ത കാര്യങ്ങൾ നോട്ട് എഴുതി എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ എക്സാം, അതായത് പോൾ എക്സാം നമ്മുടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു.